നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. സംയുക്ത ട്രേഡ് യൂണിയൻ സെപ്റ്റംബർ 2-ാം തീയതി നടത്താനിരിക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് മുന്നോടിയായി നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകി. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംയുക്ത ട്രേഡ് യൂണിയൻ സെപ്റ്റംബർ 2-ാം തീയതി നടത്താനിരിക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് മുന്നോടിയായി നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകി. കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രക്കടവിൽ പിതൃബലി തർപ്പണത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. പനവേലി സദാനന്ദപുരം കനാൽ റോഡ് തകർന്ന നിലയിൽ. റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷം. അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. അഞ്ചൽ ചന്തമുക്കിൽ സ്റ്റേഷനറി കടയ്ക്കുള്ളിൽ കയറിക്കൂടിയ പാമ്പ് പരിഭ്രാന്തി പരത്തി. അലയമൺ ഗ്രാമപഞ്ചായത്ത് കടവറം 4-ാം വാർഡിന്റെയും അലയമൺ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സംയുക്ത ട്രേഡ് യൂണിയൻ സെപ്റ്റംബർ 2-ാം തീയതി നടത്താനിരിക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് മുന്നോടിയായി നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകി. സംയുക്ത ട്രേഡ് യൂണിയൻ മുന്നോട്ട് വെച്ച 10 ആവശ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പരിഹാരം കാണാൻ ശ്രമിക്കാത്തതിലും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കുമെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി നടത്താനിരിക്കുന്ന സെപ്റ്റംബർ 2-ലെ അഖിലേന്ത്യാ പണിമുടക്കിന് മുന്നോടിയായി നടന്ന കിഴക്കൻ മേഖല വാഹന പ്രചരണ ജാഥയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകി. എന്നുള്ള നിയമമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച 3 നിയമങ്ങളുണ്ട്. ഒന്ന് സ്മോൾ ഇൻഡസ്ട്രീസ് ബില്ല്, മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ കോഡ് ഓഫ് ലേബർ ഓൺ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്ന ബില്ല്, മറ്റൊന്ന് ബോണസും വേതനവും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ബില്ല്. ഈ 3 ബില്ലുകളിലൂടെയാണ് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ രാജ്യത്തെ 52 കോടി ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന RSSന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന BMS പോലും മോഡിയുടെ നയങ്ങളെ എതിർക്കുന്നത്. അങ്ങനെ കൂട്ടായ ഒരു സമരം നടക്കുമ്പോ ഈ പിടിച്ചു നിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ എല്ലാ തൊഴിലാളികളും ബഹുജനങ്ങളും ഒരു മാലയിൽ കോർത്ത പൂക്കളെ പോലെ വേറെ ഒരു കാര്യത്തിനും യോജിക്കാത്ത, വേറെ ഒരു പ്രശ്നത്തിലും യോജിപ്പുണ്ടാവാൻ സാധ്യതയില്ലാത്ത എല്ലാ തൊഴിലാളി സംഘടനകളും എല്ലാ കൊടികളും ഒരുമിച്ച് കെട്ടി 1 വർഷം മാത്രം പ്രായമായ ഒരു സർക്കാരിന്റെ നയങ്ങൾക്കെതിരായി ഐതിഹാസികമായ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്താണ് കാരണം? അതൊരു സാധാരണ പ്രതിഭാസമല്ല. ഒരു സർക്കാരിന് 1 വർഷം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കാര്യമായ കാലാവധിയല്ല. പക്ഷെ 1 വർഷം കാത്തിരുന്നു ഒരു പണിമുടക്ക് നടത്താൻ. 1 വർഷത്തിന് മുമ്പ് പണിമുടക്ക് നടത്തുന്നത് ക്ഷീണമാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും. എല്ലാ തൊഴിലാളി സംഘടനകളും കഴിഞ്ഞ മെയ് 26-ാം തീയതി ഡൽഹിയിൽ കൺവെൻഷൻ ചേർന്നു. ആ കൺവെൻഷനെ കുറിച്ച് പ്രഖ്യാപിച്ചു, ഈ സർക്കാർ നയം തിരുത്തിയില്ലെങ്കിൽ സെപ്റ്റംബർ 2-ന് ഞങ്ങൾ പണിമുടക്കും 24 മണിക്കൂർ. എന്താ കാരണമെന്ന് ഇവിടെ വിശദീകരിച്ചില്ലേ? ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗമെന്നല്ലേ? A. സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ച സ്വീകരണ പരിപാടിയിൽ ജാഥ ക്യാപ്റ്റൻ മരുതൻകോട് മുരളി, K. ബാബു പണിക്കർ, K.
KN വാസവൻ, എഴുകോൺ സത്യൻ, VS സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രക്കടവിൽ പിതൃബലി തർപ്പണത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം നടത്തുന്നതിനായി ഓരോ വർഷവും ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന കുളത്തൂപ്പുഴയാറിന്റെ തീരങ്ങളിൽ ഉറ്റവരായ പരേതാത്മാക്കൾക്ക് ബലിയിടുന്നതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വിശ്വ ഹിന്ദു പരിഷത്ത്, വിശ്വകർമ്മസഭ എന്നീ സംഘടനകൾക്ക് പുറമെ സ്വന്തം നിലയിൽ ആചാരപ്രകാരം കർമ്മങ്ങൾ ചെയ്യുന്ന ശാന്തിമാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രക്കടവിൽ വിവിധയിടങ്ങളിലായി ബലിപ്പുരകൾ സ്ഥാപിച്ച് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. തിരുമക്കൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രക്കടവിലെ മത്സ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം ഭക്തജനങ്ങൾക്ക് ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയുന്ന വിധമാണ് ഇക്കുറിയും ബലിയിടുന്നതിന് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കർക്കിടക മാസത്തിൽ നടത്തുന്ന ബലിക്ക് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഭക്തജനങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായി ബലിയിടുന്നതിന് വനിതാ പോലീസും അഗ്നിശമന സേന അടക്കമുള്ളവരുടെ സേവനം ഇക്കുറിയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പനവേലി സദാനന്ദപുരം കനാൽ റോഡ് തകർന്ന നിലയിൽ. റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വർഷങ്ങളായി തകർന്നു തരിപ്പണമായ നിലയിലാണ് പനവേലി സദാനന്ദപുരം കനാൽ റോഡ്. റോഡ് പൂർണ്ണമായും തകർന്നു. വലിയ മെറ്റിലുകൾ മാത്രമായ അവസ്ഥയിലാണ്. 150-ലേറെ കുടുംബങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണ് പനവേലി സദാനന്ദപുരം കനാൽ റോഡ്. റോഡിന്റെ ദുരവസ്ഥയെക്കുറിച്ച് നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പാതയോരത്ത് തെരുവ് വിളക്കുകളും പ്രവർത്തന സജ്ജമല്ല. തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കാത്തതിനാൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ ശല്യവും ഇവിടെ രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. തകർന്നു തരിപ്പണമായ റോഡിൽ ഇരുചക്ര വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ADB ന്യൂസിൽ ഇനിയൊരു ഇടവേള. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച സേവനങ്ങളോടെ അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് കൂടാതെ എല്ലാവിധ ആക്സസറീസ് സെയിൽസ് ആൻഡ് സർവീസിംഗ് മികച്ച രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഐഫോൺ, HTC, സോണി, സാംസങ്, നോക്കിയ, പാനാസോണിക്, ലെനോവോ തുടങ്ങിയ എല്ലാവിധ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പാരമ്പര്യം, വിശ്വസ്തത, മികച്ച സേവനം. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 047522755511. മൊബൈൽ 9447334488. അഞ്ചലിന്റെ ചരിത്രത്തിലാദ്യമായി വിദേശ കലാകാരന്മാരുടെ അത്ഭുത അഭ്യാസ പ്രകടനങ്ങൾ. കാണികളുടെ മനസ്സിൽ വിസ്മയങ്ങളുടെ പൂത്തിരി തീർത്തുകൊണ്ട് ഈ ഓണക്കാലം നിങ്ങളോടൊപ്പം ആഘോഷിക്കുവാൻ ഇതാ ഗ്ലോബൽ സർക്കസ്. അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകിട്ട് 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ഈജിപ്ഷ്യൻ ഹൂല ഹൂല, റഷ്യൻ സിൽക്ക് ഡിയോ, ചൈനീസ് നവാൻ ബാലൻസ്, റോളോ ബോളോ, ലൈറ്റനിങ് ജംഗ്ലിംഗ് തുടങ്ങി ഒട്ടനവധി വിസ്മയ കാഴ്ചകളുമായി ഗ്ലോബൽ സർക്കസ്. ഈ ഓണക്കാലം ഗ്ലോബൽ സർക്കസിനൊപ്പം അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. വാർത്തകൾ തുടരുന്നു. ബാലറ്റ് പേപ്പറും വോട്ട് പെട്ടിയും വിരൽത്തുമ്പിൽ മഷിയുമായി സ്കൂൾ വിദ്യാർത്ഥികൾ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പൊതു തെരഞ്ഞെടുപ്പിനെയും പാർലമെന്റ് വ്യവസ്ഥിതിയെയും കുറിച്ച് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുന്നതിനായി അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു. പേര് വിളിക്കുന്ന കുട്ടികൾ ഇവിടെ എത്തി ഇതിലൊരു ഒപ്പിടണം. ഒപ്പിട്ടിട്ട് ബാലറ്റ് പേപ്പർ കൈപ്പറ്റണം. ബാലറ്റ് പേപ്പറിൽ കുച്ചുമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ വോട്ട് രേഖപ്പെടുത്താനുള്ള സ്ഥലമുണ്ട്. അവിടെ ഇൻഡു മാർക്ക് ഇടണം. 2 ഇൻഡു ഇട്ട് അസാധുവാകും, അറിയാമല്ലോ. അതൊക്കെ നിങ്ങൾ എഴുതാനുണ്ട്. എന്നിട്ട്
വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം നേരെ മടക്കും. ഇങ്ങനെ മടക്കും. ഒരിക്കലും തിരിച്ചു മടക്കരുത്. പിന്നെ ഇങ്ങനെ മടക്കുക. പിന്നെ എത്ര വേണമെങ്കിലും മടക്കി മടക്കുന്നൊന്നാണ് കാണിച്ചു തരാം. ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യമായിട്ടാണ് ബാലറ്റ് പേപ്പർ സംവിധാനത്തിലൂടെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടത്തുന്നത്. സ്കൂളിലെ മുഴുവൻ ക്ലാസ്സുകളിലെയും കുട്ടികൾക്ക് പ്രത്യേകം സിമ്പലുകൾ അഥവാ ചിഹ്നങ്ങൾ അനുവദിച്ചു കൊടുത്തു. ബാലറ്റ് പേപ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേകം വർണ്ണാധികാരികളെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലും രാവിലെ 10:15 വോട്ടിംഗ് പ്രക്രിയ തുടങ്ങി. 11 മണിക്ക് വോട്ടിംഗ് പ്രക്രിയ കഴിഞ്ഞ് 11:05 വോട്ടെണ്ണൽ നടത്തും. 11:30 ഇവിടെ സ്കൂളിലെ മുഴുവൻ വിഭാഗങ്ങളിലും ഫലപ്രഖ്യാപനം നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സ്കൂൾ പാർലമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് വിവിധ സ്ഥാനങ്ങളിലേക്ക് നടക്കുക. വളരെ സമാധാനപരമായി ജനാധിപത്യ പ്രക്രിയയുടെ ബാലപാഠങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് അധ്യാപകർ ഇതിനെ കാണുന്നത്. മുഴുവൻ കുട്ടികളും വളരെ ആവശ്യത്തോടു കൂടിയാണ് ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത്. ബാലറ്റ് പേപ്പറും വോട്ടുപെട്ടിയും വിരൽത്തുമ്പത്തും മഷിയുമടക്കം പൊതു തെരഞ്ഞെടുപ്പിനെ തന്നെ ഉൾക്കൊള്ളുകയായിരുന്നു വിദ്യാർത്ഥികളും. വിദ്യാർത്ഥികൾ ആവേശത്തോടു കൂടിയാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷം. അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. തടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഇരുവിഭാഗവും കല്ലും വടികളും പരസ്പരം വലിച്ചെറിഞ്ഞു. SFIക്കാരും ഒരു ഗ്രൂപ്പായിട്ട് വന്നു. അതുകൊണ്ട് അതിൻ്റെ കുറേ KSUക്കാർ വന്നു. സെലക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുകൂട്ടരും തമ്മിലുള്ള മുദ്രാവാക്യം വിളിയും SFIയും വിളിയും തുടങ്ങി. അത് പിന്നെ ഏറ്റുമുട്ടലിനകത്ത് പിന്നെ ഒരു കൂട്ടർ കമ്പ് വെച്ച് എറിഞ്ഞു തുടങ്ങി, മറ്റൊരു കല്ല് വെച്ചിറങ്ങി. പോലീസ് ഇതിനിടയ്ക്ക് പോലീസ് അപ്പെടുത്തുകയും ചെയ്തു. പോലീസ് ഇതിനെ നിയന്ത്രിക്കാനൊന്നും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പോലീസ് നിയന്ത്രിച്ചില്ലേ? പോലീസ് നിയന്ത്രിക്കാൻ പോലീസ് ഇടപെട്ടെങ്കിലും പിന്നെ നടക്കുമായിരുന്നു കൂട്ടയടി. പോലീസുകാരുടെ സാന്നിധ്യത്തിലാണോ കുട്ടികളെ ഏറ്റുമുട്ടിയത്? പോലീസുകാരോട് നിൽപ്പുണ്ടപ്പോഴും. പക്ഷേ എണ്ണത്തിൽ കുറവായിരുന്നു, കൊണ്ടുവരായിരുന്നു കൂടുതലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ല, പുറത്തുനിന്നുള്ളവരായിരുന്നുള്ളതാണ് യഥാർത്ഥം. ഈ സംഭവത്തിനിടയ്ക്ക് ആർക്കെങ്കിലും പരിക്കോ മറ്റോ? കാണത്തൊക്കെ പരിക്കണമെന്നില്ല. ഏതോ പിള്ളേരുടെ പുറത്ത് ഈ കല്ല് കൊണ്ടിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ അവരൊന്നും ഒരു പെൺപിള്ളേരും മറ്റുള്ളവരും ഭീതി കൊണ്ട് ഓടി മാറിക്കാണും. തടിക്കാട് വായനശാല ജംഗ്ഷൻ സമീപത്താണ് ഇരുവിഭാഗവും ഏറ്റുമുട്ടിയത്. തുടർന്ന് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതി ശാന്തമാക്കി ഇരു കൂട്ടരെയും പിരിച്ചുവിട്ടു. അക്രമത്തിൽ പ്രതിഷേധിച്ച് SFIയും KSUവും തടിക്കാടിൽ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ ചന്തമുക്കിൽ സ്റ്റേഷനറി കടയ്ക്കുള്ളിൽ കയറിക്കൂടിയ പാമ്പ് പരിഭ്രാന്തി പരത്തി. അഞ്ചൽ ചന്തമുക്കിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷനറി കടയ്ക്കുള്ളിലാണ് പാമ്പ് കടന്നുകൂടിയത്. പാമ്പിനെ കണ്ടതിനെ തുടർന്ന് കടയുടമയും നാട്ടുകാരും നടത്തിയ പരിശോധനയിൽ 4 അടിയോളം നീളമുള്ള മൂർഖനാണെന്ന് മനസ്സിലായി. തുടർന്ന് ഏരൂരിൽ നിന്നും പാമ്പ് പിടുത്തക്കാരൻ ഹേമന്ത് എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. എലികളുള്ള ഇടത്താണ് ഇത്തരം പാമ്പുകൾ സാധാരണ എത്താറുള്ളതെന്ന് ഹേമന്ത് ADV ന്യൂസിനോട് പറഞ്ഞു. ഈ ടൗൺ മേഖല എങ്ങനെ വരാൻ ഇത് സാധ്യതയുണ്ടോ? അല്ല, ഇതിപ്പോ എലിയൊക്കെ ഉള്ള ഒരുപാട് എലിയൊക്കെ ഉള്ള എലിയുടെ പാമ്പ് കാണാൻ എന്തോ ഭാരമുണ്ട് ഏകദേശം? നീളം 1 കിലോ ആണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ BVUP സ്കൂളിൽ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയുപയോഗിച്ച് വാങ്ങിയ കമ്പ്യൂട്ടറുകളുടെ ഉദ്ഘാടനം പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നുള്ള തുകയുപയോഗിച്ച് അഞ്ചൽ BVUP സ്കൂളിന് അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെ ഉദ്ഘാടനം പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു നിർവഹിച്ചു. ഇപ്പോ ഇത് ഇവിടെ ടീച്ചർ സൂചിപ്പിച്ച പോലെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ പ്രിന്ററും ഉണ്ട്. അല്ലേ ടീച്ചർ? കമ്പ്യൂട്ടറും പ്രിന്ററും അത്യാവശ്യം സ്റ്റാഫിന് കുട്ടികൾക്ക് നോട്ടീസ് കൊടുക്കണമെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കാൻ കഴിയത്തക്ക പ്രിന്ററുമുണ്ട്.
അപ്പോൾ അത് വളരെ സഹായകരമായിരിക്കും ഒരു സ്കൂളിനെ സംബന്ധിച്ച്. 280ഓളം കുട്ടികൾ ഇപ്പോൾ ഉണ്ട് എന്നറിയുന്നത് വളരെ സന്തോഷമുണ്ട്. കാരണം പൊതുവിൽ എയ്ഡഡ് സ്കൂളുകളിലെല്ലാം കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ ഇവിടെ സാമാന്യം മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നു. മറ്റടിസ്ഥാന സൗകര്യങ്ങളൊട്ടും മോശമല്ല. വാഹന സൗകര്യങ്ങളടക്കം ഇപ്പോഴുണ്ട്. അതെല്ലാം കൂടെ വെച്ചുകൊണ്ടായിരിക്കും കൂടുതൽ രക്ഷാകർത്താക്കൾ ഈ സ്കൂളിലെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കുട്ടികളെ ഇവിടെ അയക്കുന്നു. അപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയെല്ലാം വളർന്ന ഈ കാലഘട്ടം. PTA പ്രസിഡന്റ് മാവിള മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ HM ലാലി മാത്യു സ്വാഗതം പറഞ്ഞു. PTA വൈസ് പ്രസിഡന്റ് R ഷാജു, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗം A സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ചെറിയൊരു ഇടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് S ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വാർത്തകൾ തുടരുന്നു. അലേമൺ ഗ്രാമപഞ്ചായത്ത് കടവറം 4-ാം വാർഡിന്റെയും അലേമൺ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച പുത്തയം സ്റ്റേഡിയത്തിൽ വച്ചാണ് അലേമൺ ഗ്രാമപഞ്ചായത്ത് കടവറം 4-ാം വാർഡിന്റെയും അലേമൺ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ നിർവഹിച്ചു. ബോധവൽക്കരണം കിട്ടിയാലും നമുക്ക് പിന്നെയും എല്ലാം സംശയത്തിൻ്റെയും അല്ലെങ്കിൽ അത് ചെയ്യാൻ ഉള്ള താല്പര്യം കുറഞ്ഞും കാണുന്ന അവസ്ഥ മാറിയിട്ട് നമുക്ക് കിട്ടുന്ന ബോധം അത് നമ്മുടെ ജീവിതത്തിൽ കൂടി പകർത്താനുള്ള, അനുഷ്ഠിക്കാനുള്ള താല്പര്യം കൂടി നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ വാർഡിൽ ഇപ്പോൾ നടത്തുന്ന ഈ ബോധവൽക്കരണ ക്ലാസ്സിലും ഈ സൗജന്യ രോഗനിർണയത്തിലും ഈ വാർഡിലെ മുഴുവൻ പേരും പങ്കെടുക്കും. അതിൻ്റെ ഗുണം അനുഭവിക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുവേണ്ടി ആൾക്കാർ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ ആൾക്കാർ എത്തുകയും ചെയ്യും. നമ്മുടെ ഈ അവസ്ഥ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആഡംബര രോഗങ്ങളെ നിങ്ങൾക്ക് വിടാം. ആഡംബര രോഗങ്ങൾ ഇപ്പോൾ എല്ലാവരും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവരാണ്. അലേമൺ ഗ്രാമപഞ്ചായത്ത് അംഗം അസീന മനാഫ്, ഹെൽത്ത് ഇൻസ്പെക്ടർ റെജി കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി നാട്ടുകാർ സൗജന്യ രോഗനിർണയ ക്യാമ്പിലും ബോധവൽക്കരണ സെമിനാറിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കേരള കാർഷിക സർവകലാശാലയുടെ സദാനന്ദപുരത്തെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സാങ്കേതിക വിദ്യാവാരം കതിർ 2015 സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 18 മുതൽ 22 വരെയാണ് പരിപാടി നടക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള
കൊട്ടാരക്കര സദാനന്ദപുരത്തെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സാങ്കേതിക വിദ്യാവാരം ഖദർ 2015 ഈ മാസം 18 മുതൽ 22 വരെ സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രം ക്യാമ്പസിൽ വച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 18 മുതൽ 22 വരെ സദാനന്ദപുരത്ത് വെച്ച് നടത്തുന്നതാണ്. ബഹുമാനപ്പെട്ട സുരേഷ് മാവേലിക്കര ലോ സംസ്ഥാനമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ, അതുപോലെ തന്നെ വിജ്ഞാനകാര്യ വിഭാഗം മേധാവി ടി വി ബാലേന്ദ്രൻ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം വിജയശേഖര മുതലായ പൊതുപ്രവർത്തകരും അതിനോട് അന്ന് സംബന്ധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളുള്ള വളരെ സംബന്ധിക്കുന്ന സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തേനീച്ച വളർത്തൽ, കൂൺ കൃഷി, അതുപോലെ പച്ചക്കറി കൃഷിയിലെ പുതിയ സാങ്കേതിക വിദ്യകൾ, ജൈവ കൃഷിയിലെ പുതിയ പ്രവണതകൾ മുതലായ സബ്ജക്റ്റുകൾ ഓരോ ദിവസവും സെമിനാറുകൾ നടത്തുന്നതാണ്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ എസ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഓഗസ്റ്റ് 22-ാം തീയതി ശനിയാഴ്ച. അന്ന് ശ്രീ കൾച്ചർ അസീസ് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഡോക്ടർ ആർ പ്രകാശ് കാർഷിക സർവകലാശാല കമ്മിറ്റിയുടെ AD മുതലായ പങ്കെടുക്കുന്നതാണ്. ഈ സാങ്കേതിക വിദ്യാകാലത്തിലും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു പ്രദർശനം നടത്തുന്നതാണ്. വിവിധ സാങ്കേതിക വിദ്യകൾ അവിടെ പ്രദർശിപ്പിക്കുന്നതാണ്. ഓഗസ്റ്റ് 18 രാവിലെ 10 മണിക്ക് മാവേലിക്കര MP കൊടുക്കുന്നിൽ സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തേനീച്ച വളർത്തൽ, കൂൺ കൃഷി, പച്ചക്കറി കൃഷി, ജൈവ കൃഷി തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ദിനം തോറും സെമിനാറുകൾ നടക്കുമെന്നും പ്രൊഫസർ നോബൽ എബ്രഹാം, ഡോക്ടർ മനു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംയുക്ത ട്രേഡ് യൂണിയൻ സെപ്റ്റംബർ 2-ാം തീയതി നടത്താനിരിക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് മുന്നോടിയായി നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് അഞ്ചലിൽ സ്വീകരണം നൽകി. കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രക്കടവിൽ പിതൃബലി തർപ്പണത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. പനവേലി സദാനന്ദപുരം കനാൽ റോഡ് തകർന്ന നിലയിൽ. റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷം. അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. അഞ്ചൽ ചന്തമുക്കിൽ സ്റ്റേഷനറി കടയ്ക്കുള്ളിൽ കയറിക്കൂടിയ പാമ്പ് പരിഭ്രാന്തി പരത്തി. അലയമൺ ഗ്രാമപഞ്ചായത്ത് കടവറം 4-ാം വാർഡിന്റെയും അലയമൺ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിന് ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.